ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സുമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ അവിടെയുടങ്ങളിലായി പരിപാലിക്കുന്ന ദൈവകൃപയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. പ്രൈസല്ലോ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ സമാഗമന കൂടാരത്തെ കുറിച്ചാണ് ചിന്തിച്ച് വന്നത്. അതിന്റെ സമാഗമന കൂടാരത്തിന്റെ നിർമ്മിതിയുടെ അവസാന ഘട്ടങ്ങളിലേക്ക് ഞാൻ കടന്നു വരികയാണ്. 1-2 ക്ലാസ്സുകൾ കൊണ്ട് പുറപ്പാട് പുസ്തകത്തിലെ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി മനസ്സിലാക്കിയിട്ട് നമ്മൾ ലേവ്യ പുസ്തകത്തിലേക്ക് കിടക്കും. ലേവ്യ പുസ്തകത്തിൽ കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി എങ്ങനെയാണ് തുടർമാനമായി പുരോഗമിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പുറപ്പാട് പുസ്തകത്തിലെ ദൈവവും ജനവുമായിട്ട് സമ്പർക്കം ചെയ്യുന്ന, അല്ലെങ്കിൽ ദൈവം ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ പാർക്കേണ്ടതിന് താൻ നിയമിച്ചാക്കിയ അല്ലെങ്കിൽ നിർമ്മിക്കുവാൻ കൽപ്പന കൊടുത്തതായ കൂടാരമാണ് സമാഗമന കൂടാരം. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതായ ദൈവത്തിന്റെ ജനം ആ വിടുതൽ തങ്ങൾ അനുഭവിച്ച് മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ ഹൃദയത്തിൽ ആ തിരുഹൃദയത്തിൽ മറിഞ്ഞിരുന്നതായ അനേക കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇസ്രായേൽ ജനത്തെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അതിന് ബേസായിട്ടാണ് സമാഗമന കൂടാരം. ആ സമാഗമന കൂടാരം പണിയുന്നതിന്റെ ഉദ്ദേശം സ്വർഗത്തിൽ വസിക്കുന്നതായ ദൈവം ജനത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് ജനത്തിന്റെ മധ്യത്തിൽ പാർക്കണം എന്നുള്ള ദൈവത്തിന്റെ വലിയ ആഗ്രഹം. അത് പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും അത് തന്നെയാണ് ദൈവത്തിന്റെ ആഗ്രഹം. നാം ആഗ്രഹിക്കുന്നതായ കൂടാരം, സമാഗമന കൂടാരം ദൈവം വസിക്കുന്നതിന് ഭൂമിയിൽ നിർമ്മിക്കേണ്ടതിന് വേണ്ടി ദൈവം കൊടുത്ത കൽപ്പനയാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും കർത്താവായ യേശു ക്രിസ്തു വസിക്കുന്ന മന്ദിരമാണ് എന്ന് നമുക്ക് പുതിയ നിയമം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. അപ്പൊ നമ്മളെല്ലാവരും ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്. ആ ദൈവത്തിന്റെ മന്ദിരം എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് അക്ഷരാർത്ഥത്തിൽ നമ്മെ മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് സമാഗമന കൂടാരം നമ്മുടെ മുമ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരച്ചു കാണിക്കുന്നത്. പുറപ്പാട് പുസ്തകവും ലേവ്യ പുസ്തകവും പുതിയ നിയമ സഭയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്നതായ 2 പുസ്തകങ്ങളാണ്. മിക്കവാറും ആരും തന്നെ അത്ര പ്രാധാന്യം നൽകി പുറപ്പാട് പുസ്തകമോ ലേവ്യ പുസ്തകമോ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രസംഗിക്കുകയോ ചെയ്യാറില്ല. ലേവ്യ പുസ്തകത്തിൽ നിന്ന് മിക്കവാറും പ്രസംഗങ്ങളൊന്നും ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. അഥവാ കേട്ടിട്ടുണ്ടെങ്കിൽ 1-2 സബ്ജക്റ്റ് കൂടുതൽ ആരും കേൾക്കാനായിട്ട് സാധ്യതയില്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ സകല ഉപദേശങ്ങളുടെയും ഈറ്റില്ലം അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പുറപ്പാട് ലേവ്യ പുസ്തകങ്ങളിൽ, പ്രത്യേകിച്ച് ലേവ്യ പുസ്തകത്തിലാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. ഉപദേശങ്ങളിൽ തെറ്റിപ്പോകുവാൻ എന്താ കാരണമെന്ന് ചോദിച്ചാൽ, ഉപദേശത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ നമുക്കറിയാത്തത് കൊണ്ടാണ്. അത് കേൾക്കുമ്പോൾ അത് ശരിയാണെന്നും ഇത് കേൾക്കുമ്പോൾ ഇത് ശരിയാണെന്നും വിചാരിച്ചുകൊണ്ട് എങ്ങോട്ടാ, എന്താ, ഏതാ എന്നുള്ള കാര്യം ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ വരുന്നത്. ശരിയായ അടിസ്ഥാനമുള്ള ഒരാളിനെ സംബന്ധിച്ച് ഉപദേശത്തിന്റെ കാറ്റുകളാൽ എന്ത് ചെയ്തു പോകത്തില്ല, അലഞ്ഞ് ഉഴന്നു പോകുകയില്ല. അതുകൊണ്ട് പഴയ നിയമത്തിൽ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കി അത് ആത്മീയ വിഷയങ്ങളിന്മേൽ നമ്മൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്.
അപ്പോ അതിനുവേണ്ടി പുതിയ നിയമത്തിന്റെ ആരാധനയും പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യവും വ്യക്തിപരമായി നമുക്ക് എങ്ങനെ അനുഭവിപ്പാനായിട്ട് കഴിയുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ഭാഗങ്ങളിൽ. അതുകൊണ്ടാണ് ഞാൻ അല്പം സ്ലോയില് ഇത് എടുക്കുവാനായിട്ട് കാരണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച് നിർത്തിയത് താമ്രത്തൊട്ടിയുടെ വിഷയമായിരുന്നു. ഈ തൊട്ടിയുടെ പ്രത്യേകത എന്താണെന്നും അതിന്റെ പ്രയോജനം എന്താണെന്നും പുതിയ നിയമത്തിൽ അതിന്റെ സ്ഥാനം എന്താണെന്നുമുള്ള കാര്യം നമ്മൾ വിശദമായി മനസ്സിലാക്കി നിങ്ങൾക്കത് ഓർമ്മ കാണും എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നതായ വിഷയം എന്ന് പറയുന്നത് അതേ തുടർന്ന് പുറപ്പാട് പുസ്തകം 27-ാം അധ്യായത്തിന്റെ 9 മുതലുള്ളതായ വാക്യങ്ങളാണ്. ആ 9 മുതലുള്ളതായ വാക്യങ്ങളിൽ അതിന്റെ ചുരുക്കമെന്ന് പറയുന്നത് തിരുനിവാസത്തിന്റെയും പ്രാകാരത്തിന്റെയും വാതിലിന്റെ അളവാണ്. അപ്പോ ഈ പിക്ചർ കാണുമ്പോൾ നമുക്കറിയാം, ഈ കാണുന്ന കൂടാരമാണ് വിശുദ്ധ നിവാസം, അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും കൂടിച്ചേരുന്നതായ വിശുദ്ധ നിവാസം എന്ന് പറയുന്നത് ഈ കാണുന്നതായ ഈ കൂടാരമാണ്. എന്നാൽ ഈ കൂടാരം എവിടെയാ നിൽക്കുന്നത്? പ്രാകാരത്തിന്റെ ഒരു സൈഡിലായിട്ടാണ് ഈ കൂടാരം നിൽക്കുന്നത്. ഇതിന് ചുറ്റും കാണുന്ന ഈ തൂണുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതായ ഈ വലിയ പ്രദേശമാണ് പ്രാകാരം. ഈ പ്രാകാരത്തിനും അളവുകളുണ്ട്. ഈ പ്രാകാരത്തെ മറച്ചുകൊണ്ട് നിൽക്കുന്നതായ ഈ മറശ്ശീലയ്ക്ക് അളവുകളുണ്ട്. തൂണിന് അളവുണ്ട്. തൂണിന്റെ അടിസ്ഥാനങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നതിന് അളവുകളും അതിന് പ്രത്യേക ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. ഒന്നും ദൈവത്തിന്റെ ഇൻസ്ട്രക്ഷൻസ് കൂടാതെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന കൂടാതെ ഒരു വസ്തുവും ആ പ്രാകാരത്തിനകത്തോ പ്രാകാരത്തോട് ചേർന്നുള്ളതായ സ്ഥലത്തോ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ഏത് ചെറിയ കാര്യമായാലും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, യാഗപീഠം യാഗപീഠം പണിത് കഴിഞ്ഞപ്പോ യാഗപീഠത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കേണ്ടതായ ചെറിയ സാധനങ്ങൾക്ക് പോലും ദൈവം എന്ത് ചെയ്തു? പ്രത്യേകമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. പുതിയ നിയമസഭയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ദൈവജനത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വ്യക്തിപരമായി നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാണ്: ഒന്നും ദൈവവചന സംബന്ധമായി ഒന്നും നിസ്സാരമായി കാണുവാനോ അവഗണിക്കുവാനോ തള്ളിക്കളയുവാനോ കഴിയുകയില്ല. ഏറ്റവും ചെറുതാണ്, ഏറ്റവും അൺഇമ്പോർട്ടന്റ് ആണ്, അപ്രധാനമാണ് എന്ന് മാനുഷികമായി തോന്നുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നതായ തീരുമാനങ്ങളാണെങ്കിലും, നമ്മൾ എടുക്കുന്ന ആത്മീക ഭൗതിക സ്റ്റെപ്പുകളാണെങ്കിലും വളരെ കൃത്യമായി തെറ്റുപറ്റാത്തതായ വിധത്തിൽ വേണം നമ്മൾ മുന്നോട്ട് എടുക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ആലോചന തരുന്നത്. ദൈവം നമ്മെ വചനം പഠിപ്പിക്കുന്നത് ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ആത്മീക ഭൗതിക ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാണ്. ദൈവവചനം അനുസരിക്കുന്നതിൽ കൂടെയോ ദൈവാലോചന പിൻപറ്റുന്നതിൽ കൂടെയോ ഒരു വ്യക്തിക്കും വേദനിക്കുവാനോ ഞെരുങ്ങുവാനോ ഉള്ളതായ പഴുതുകൾ ദൈവമുണ്ടാക്കുകയില്ല. അഥവാ അങ്ങനെ ഒരു ഞെരുക്കമോ അങ്ങനെ ഒരു കഷ്ടതയോ നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവാലോചന കേട്ടിട്ട് നാം എടുക്കുന്നതായ സ്റ്റെപ്പുകൾ, നാം എടുക്കുന്നതായ തീരുമാനങ്ങൾ ശരിയായ ഡിറക്ഷനിലാണോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ അത് നന്മയ്ക്കായി തീരുന്നില്ല, അത് വിശാലതയ്ക്കായി തീരുന്നില്ല, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല എങ്കിൽ
തീരുമാനങ്ങളെ നാം വിചിന്തനം ചെയ്യണം, അത് ശോധന ചെയ്യണം. തീരുമാനങ്ങൾ ശരിയാണോ എന്ന് ദൈവത്തോട് നാം ചോദിക്കണം. ദൈവാലോചന നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായി തീരേണ്ടതിന് വേണ്ടി പരിജ്ഞാനപൂർവം കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രാകാരത്തെ സംബന്ധിച്ച് ഒരു കാര്യവും, ചെറുതായാലും കൊള്ളാം വലുതായാലും കൊള്ളാം, ദൈവത്തിന്റെ യഹോവയായ ദൈവം മോശയ്ക്ക് കൊടുത്തതിൽ നിന്ന് അല്പം പോലും വ്യത്യസ്തമായി കാണുവാനായിട്ട് പാടില്ല. കാരണം ആ അനുസരണമുള്ളിടത്താണ് ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ മോശ തന്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോയാൽ, തന്റെ ബുദ്ധി അവിടെ പ്രയോഗിച്ചാൽ, അല്ലെങ്കിൽ തന്റെ സാഹചര്യം കൊണ്ട് ആലോചനയിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവം കൊടുത്തതായ ആ ഇൻസ്ട്രക്ഷനിൽ നിന്ന് അല്പം മാറിപ്പോയാൽ സമാഗമന കൂടാരത്തിൽ ഇറങ്ങേണ്ടതായ ദൈവ തേജസ് ഇറങ്ങുകയില്ല, ആ ഷെക്കേന വെളിപ്പെടുകയില്ല. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ റിപ്പീറ്റഡായി കാണുന്നൊരു കാര്യമുണ്ട്. യഹോവയായ ദൈവം കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു, യഹോവയായ ദൈവം കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു, യഹോവയായ ദൈവം കൽപ്പിച്ചതുപോലെ അങ്ങനെ തന്നെ മോശ ചെയ്തു എന്ന് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് അവസാന അധ്യായങ്ങളിൽ കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ആ 40-ാം അധ്യായത്തിന്റെ ഒടുവിൽ യഹോവയായ ദൈവം പറഞ്ഞതനുസരിച്ച് മോശ സമാഗമന കൂടാരം നിവർത്തിയപ്പോൾ ആലയത്തിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങുവാനിടയായിട്ട് തീർന്നത്. അവിടെയാണ് ആ പെർഫെക്ഷൻ ഇൻ ഒബീഡിയൻസ് എന്ന് പറയുന്നതായ വിഷയം വർക്കൗട്ട് ചെയ്യുന്നത്. പെർഫെക്ഷൻ ഇൻ ഒബീഡിയൻസ്. അപ്പോ ഇവിടെ പ്രാകാരത്തിലേക്ക് നമ്മൾ വരികയാണ്. 27-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഞാൻ വേഗത്തിലൊന്ന് പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. ഇന്നുകൊണ്ട് നമുക്ക് ആ പ്രാകാരവും അടുത്ത ഭാഗവും തീർക്കണമെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുനിവാസത്തിനും 27-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, തിരുനിവാസത്തിനും പ്രാകാരവും ഉണ്ടാക്കണം. തെക്കേ ഭാഗത്തേക്ക് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മർശീല വേണം. അതിന്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽചുറ്റുപടികളും വെള്ളി കൊണ്ടുമായിരിക്കണം. അപ്പോ നിങ്ങൾക്ക് ഈ തൂണുകൾ കാണാമല്ലോ. ഈ തൂണുകൾ ഇങ്ങനെ ആ പ്രാകാരത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഓരോന്നും നാട്ടി നിർത്തിയിരിക്കുകയാണ്. ഈ തൂണുകൾ നിൽക്കുന്നത് അതിന്റെ താഴെ ഉള്ളതായ വെള്ളി സിൽവർ ബേസിലാണ്. ആ സിൽവർ ബേസിൽ നിൽക്കുവാൻ ആ തൂണുകളുടെ അടിയിൽ ബോള് പോലെ ആ തൂണുകളോട് ചേർന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായ ആ സോക്കറ്റ് ബോൾ കാണുവാനായിട്ട് കഴിയും. സെമി സർക്കിളിന്റെ രൂപത്തിൽ തള്ളി നിൽക്കുന്നതായ ആ ബോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ബോള് ശരിയായിട്ട് ഇരിക്കത്തക്ക രീതിയിൽ താഴെ ആ വെള്ളി കൊണ്ടുള്ളതായ ഒരു ബേസ് ഉണ്ട്. ആ ബേസിൽ ആ ബോള് ചേർന്നിരിക്കത്തക്ക രീതിയിലുള്ളതായ കുമിള് കാണും. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബോൾ ആൻഡ് സോക്കറ്റ് എന്നുള്ളതായ ആ ഒരു ഫംഗ്ഷനാണ്. ഓരോ തൂണിന് കീഴെയും ഈ 2 ബോളും ഓരോ വെള്ളിച്ചുവടിലും 2 സോക്കറ്റും കാണുവാനായിട്ട് കഴിയും. ഈ ബോൾ ആൻഡ് സോക്കറ്റ് അതിനോട് ചേർന്നിരിക്കുകയാണ്. ഒരു വെള്ളിച്ചുവടിൽ ഒരു തൂണിന്റെ ഒരു ബോളും മറ്റേ വെള്ളിച്ചുവടിൽ വെള്ളിച്ചുവടിന്റെ കുമിളിൽ മറ്റേ ബോളും ഉറപ്പിച്ചിരിക്കത്തക്കതായ വിധത്തിൽ 2 വെള്ളി ബേസിന്റെ മേലാണ് ഒരു തൂൺ നിൽക്കുന്നത്. അപ്പോ അത്രയും വലിയ സ്റ്റെബിലിറ്റി അവിടെ കാണുവാനായിട്ട് കഴിയും. ശക്തമായ കാറ്റ് മരുഭൂമിയിൽ നിന്ന് അടിച്ചാലും ഈ തൂണുകൾക്ക് ഷെയ്ക്ക് ഉണ്ടാകുകയില്ല. കാരണം അത് നിൽക്കുന്നത് വെള്ളി ചുവടിന്മേലാണ്. വെള്ളി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണെന്നാണ് എന്റെ ഓർമ്മ. വെള്ളി എന്ന് പറയുന്നത് വീണ്ടെടുപ്പിനെ കുറിക്കുന്നതാണ്. എന്താണ് ആ തൂണുകൾ എന്ന് പറയുന്നത്? കർത്താവിന്റെ സുവിശേഷത്താൽ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നതായ പുതിയ നിയമസഭയുടെ എണ്ണമായി നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ
ഓരോ വിശ്വാസിയും നിൽക്കുന്നത് വീണ്ടെടുപ്പെന്നതായ അടിസ്ഥാനത്തിലാണ്. ആ വീണ്ടെടുപ്പ് ഒരിക്കലും നമുക്ക് മറന്നു കളയുവാൻ കഴിയുകയില്ല. വീണ്ടെടുപ്പം നഷ്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല. വീണ്ടെടുപ്പിന്മേലല്ലാതെ നമുക്കൊരു നിലനിൽപ്പില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്താണ്? ആ തൂണുകൾ വെള്ളിച്ചൂട് നിൽക്കുന്നത് പോലെ നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വീണ്ടെടുപ്പിന്മേലാണ്. ക്രിസ്തുവാകുന്നതായ ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വീണ്ടെടുപ്പാണ്. അപ്പോ തിരുനിവാസത്തിന്റെ പ്രാകാരം ഉണ്ടാക്കണം. തെക്കേ ഭാഗത്തെ പ്രാകാരത്തിന്റെ ഈ മറശീല നമുക്ക് കാണാം, വടക്കേ ഭാഗത്തിന്റെ മറശീലയും നമുക്ക് കാണാം. ഇവിടെ തെക്കേ ഭാഗത്ത് 20 തൂണുകളുണ്ട്, ഇവിടെ വടത്തേ ഭാഗത്തും 20 തൂണുകളുണ്ട്. ഇതിന്റെ നീളമെന്ന് പറയുന്നത് 400 മുഴമാണ്. ഈ പ്രാകാരത്തിന്റെ നീളം 400 മുഴമാണ് എന്ന് താഴെ നമുക്ക് ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നതായ ഭാഗത്തിന്റെ താഴെ ചെല്ലുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ 400 മുഴം നീളമുണ്ട്. ഇതിന് വീതി എന്ന് പറയുന്നത് 50 മുഴമാണ്. നോക്കിക്കേ, ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ഈ തിരുനിവാസത്തിന്റെ പുറകിലത്തെ ഭാഗമാണ് പടിഞ്ഞാറ് ഭാഗം. ഇതിന്റെ വാതിൽ എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. അതിന്റെ വാതിൽ എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? കിഴക്കോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കിഴക്കു ഭാഗത്താണ് ഈ കൂടാരത്തിന്റെ, വിശുദ്ധ കൂടാരത്തിന്റെ കിഴക്കു ഭാഗത്താണ് താമ്രത്തൊട്ടി, അതിന്റെ കിഴക്കു ഭാഗത്താണ് യാഗപീഠം, അതിന്റെ കിഴക്കു ഭാഗത്താണ് പ്രാകാരത്തിന്റെ വാതിൽ. നിങ്ങൾക്ക് ഈ കഴ്സർ കാണുവാൻ കഴിയുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോ കിഴക്കോട്ട് മുഖം തിരിച്ചാണ് സമാഗമന കൂടാരത്തിന്റെ, വിശുദ്ധ കൂടാരത്തിന്റെ ഫേസ് എന്ന് പറയുന്നത്. ഈ വിശുദ്ധ കൂടാരത്തിന്റെ വാതിൽ എന്ന് പറയുന്നതാണ് ഈ കാണുന്നതായ കാര്യം. പ്രാകാരത്തിന്റെ വാതിൽ എന്ന് പറയുന്നത് ഇതാ, പ്രാകാരത്തിന്റെ ഈ ഭാഗത്ത് കാണാം. ഇത് പ്രാകാരത്തിന്റെ വാതിലാണ്. പ്രാകാരത്തിന്റെ വീതി എന്ന് പറയുന്നത് ഈ കോർണർ മുതൽ ഈ കോർണർ വരെയുള്ളതായ ദൂരമാണ് പ്രാകാരത്തിന്റെ വീതി. ദ ബ്രെഡ്ത്ത് ഓഫ് ദി ഔട്ടർ ഏരിയ. അപ്പോ അതിന്റെ വീതി എന്ന് പറയുന്നത് 50 മുഴമാണ്. 400 മുഴം നീളവും 50 മുഴം വീതിയുമാണ് ഈ പ്രാകാരത്തിന്റെ അളവ് എന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ പ്രാകാരത്തിന്റെ പടിഞ്ഞാറ് ഭാഗം അത് പ്രവേശന കവാടമില്ലാതെ അത് കെട്ടി അടച്ചിരിക്കുകയാണ്. അതുവഴി ആർക്കും കയറാനായിട്ട് കഴിയത്തില്ല. ഇതുവഴി വാതിലില്ല. ഈ ഭാഗത്തും വാതിലില്ല, വടക്കു ഭാഗത്തും വാതിലില്ല, തെക്കു ഭാഗത്തും വാതിലില്ല, പടിഞ്ഞാറ് ഭാഗത്തും വാതിലില്ല. കിഴക്കു ഭാഗത്തു മാത്രമാണ് ഒരു വാതിൽ ഉള്ളത്. ആ വാതിലിന്റെ അളവ് നമുക്ക് താഴെ കാണുവാനായിട്ട് കഴിയും. അതിന്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽചുറ്റുപടികളും വെള്ളി കൊണ്ടുമായിരിക്കണം. അങ്ങനെ തന്നെ വടക്കേ ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മറശീല വേണം. അതിന്റെ 20 തൂണും 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽചുറ്റുപടികളും വെള്ളി കൊണ്ടുമായിരിക്കണം. പടിഞ്ഞാറേ ഭാഗത്തേക്ക് പ്രാകാരത്തിന്റെ വീതിക്ക് 50 മുഴം നീളത്തിൽ മറശീലയും അതിന് 10 തൂണും അവയ്ക്ക് 10 ചുവടും വേണം. അപ്പോ ഈ വീതിയുള്ളതായ ഭാഗത്ത് 10 തൂണുകളുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തും 10 തൂണുകളുണ്ട്, കിഴക്കു ഭാഗത്തും 10 തൂണുകളുണ്ട്, അവയ്ക്ക് 10 ചുവടും വേണം. കിഴക്കേ ഭാഗത്തേക്കും പ്രാകാരത്തിന്റെ വീതി 50 മുഴമായിരിക്കണം. ഇവിടെയും 50 മുഴമാണ്. അതിന്റെ പുറകു ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തും 50 മുഴമാണ്. ഇനി വാതിൽക്കലേക്ക് വരുമ്പോ ഈ കിഴക്കു ഭാഗത്തെ ഈ കാണുന്നതായ വീതിയുള്ള ഭാഗത്തിന്റെ ഒത്ത നടുക്കായിട്ടാണ് പ്രാകാരത്തിന്റെ വാതിലുകൾ. ഈ പ്രാകാരത്തിന്റെ വാതിൽ കടന്നു വേണം ആരാധനക്കാർക്ക് അല്ലെങ്കിൽ ഇസ്രയേലിന് പ്രാകാരത്തിന്റെ ഉള്ളിലേക്ക് കടക്കുവാൻ. പ്രാകാരത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നവർക്ക് മാത്രമേ യാഗപീഠത്തിലേക്ക് പ്രവേശനമുള്ളൂ, അല്ലെങ്കിൽ യാഗപീഠത്തിൽ യാഗമർപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ പ്രാകാരത്തിന്റെ വാതിലിന്റെ അളവാണ് ഇനി അടുത്ത് പറയുന്നത്.
കിഴക്കേ ഭാഗത്തേക്കും പ്രാകാരത്തിന്റെ വീതി 50 മുഴമായിരിക്കണം. ഒരു ഭാഗത്തേക്ക് 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന 3 തൂണുകൾ 15 ഈ ഭാഗത്ത് അല്ലെങ്കിൽ വാതിലിൽ നിന്ന് ഈ മൂല വരെ 15 മുഴവും വാതിലിന്റെ ഈ സൈഡിൽ നിന്ന് ഈ മൂല വരെ 15 മുഴവുമാണ്. 15ഉം 15 30 കഴിഞ്ഞാൽ ബാക്കി 20 എന്ന് പറയുന്നത് ഈ വാതിലിന്റെ അളവാണ്. 20 മുഴം നീളമാണ് ഈ വാതിലിന്റെ അളവ്. അപ്പൊ 20 മുഴം നീളം എന്ന് പറയുമ്പം ഏതാണ്ട് 30 അടി വീതി വരും ഇതിന്റെ വാതിലിന്റെ വീതി എന്ന് പറയുന്നത്. ബാക്കിയുള്ളതായ ഈ ഭാഗം മറശ്ശീല കൊണ്ട് കവർ ചെയ്തിരിക്കും, ഈ ഭാഗവും മറശ്ശീല കൊണ്ട് കവർ ചെയ്തിരിക്കും. ഈ വാതിൽ തുറന്ന് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പ്രാകാരത്തിലേക്ക് കടക്കുവാനുള്ള അനുവാദമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് മറ്റേ ഭാഗത്തേക്കും 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. വേദപുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങൾ നൂത്തുവെക്കുന്നത് നല്ലതാണ്. ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാക്കുവാനും ഈ പിക്ചർ കണ്ട് അത് ഉള്ളിൽ ഗ്രഹിക്കുവാനും കഴിയും. സമാഗമന കൂടാരത്തെ കുറിച്ചുള്ളതായ ആ ഒരു ഭാവന എപ്പോ സമാഗമന കൂടാരം എന്ന് കേട്ടാലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. കാരണം നമ്മുടെ ആരാധനയുമായിട്ട് വളരെ ബന്ധപ്പെട്ടതായ വിഷയമായതുകൊണ്ടാണ്. എന്നാൽ പ്രാകാരത്തിന്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായി 20 മുഴം നീളമുള്ള ഒരു മറയും അതിന് 4 തൂണും അവയ്ക്ക് 4 ചുവടും വേണം. പ്രാകാരത്തിന്റെ വാതിലിന്റെ അളവാണ്. പ്രാകാരത്തിന്റെ വാതിൽ, ഈ വാതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വെറും മറശ്ശീല കൊണ്ടല്ല. എന്താണ് ഈ പ്രാകാരവാതിലിന്റെ പ്രത്യേകത? ഈ പ്രാകാരത്തിന്റെ വാതിൽ മറശ്ശീല കൊണ്ട് മറച്ചിരിക്കുകയാണ്. ആ മറശ്ശീല കൊണ്ട് മറച്ചിരിക്കുന്നതായ അത്രയും ഭാഗത്ത് ആ തൂണുകളുണ്ട്, 4 തൂണുകളുണ്ട്. ആ 4 തൂണുകളും ചുവടിന്മേൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ 4 ചുവടുകളും കൂടെ യോജിപ്പിച്ചാണ് ഈ മറശ്ശീല കൊണ്ട് ആ വാതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ മറച്ചിരിക്കുന്നത്. ഈ മറശ്ശീലയുടെ പണി ഒന്ന് ശ്രദ്ധിക്കാം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? 16-ാമത്തെ വാക്യത്തിൽ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ. ഈ 4 നൂലിനെ പറ്റിയും തിരുനിവാസത്തിന്റെ പണി പറഞ്ഞപ്പോ, തിരുനിവാസത്തിന്റെ ഈ മൂടുശീല പറഞ്ഞപ്പോ നമ്മൾ പഠിച്ചതാണ്. അത് ക്രിസ്തുവിനു നിഴല. ആ 4 നിറമെന്ന് പറയുന്നതും കർത്താവിന്റെ ശുശ്രൂഷയുള്ളതായ ബന്ധത്തിൽ ഇഹലോക ഫസ്റ്റ് അപ്പിയറൻസിൽ അല്ലെങ്കിൽ 1ാമത്തെ വരവിങ്കൽ കർത്താവ് നമുക്ക് വേണ്ടി നിർവഹിച്ചതായ ശുശ്രൂഷയുടെ റെപ്രസെന്റേഷൻ ആണ് നമുക്ക് ആ നൂലിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വാതിൽ എന്ന് പറയുന്നത് എന്തു തന്നെയാണ്? കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിലേക്ക് വരുവാൻ, ഈ സമാഗമന കൂടാരത്തിലേക്ക് കടക്കുവാൻ ഒരേ ഒരു വാതിലേ ഉള്ളൂ. ആ വാതിൽ ആരാണ്? കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് വാതിൽ, ഞാൻ വാതിലാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ കാര്യമാണ്, ഞാൻ വാതിലാകുന്നു. അപ്പോ ഏതാണ് വാതിലാകുന്നു എന്ന് നമ്മളോടല്ല പറഞ്ഞത്. ആരോടാ പറഞ്ഞത്? യഹൂദന്മാരോടാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ വാതിലാകുന്നു എന്ന് യഹൂദന്മാരോട് പറഞ്ഞപ്പോ യഹൂദന്മാർ എന്തു മനസ്സിലാക്കി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. യഹൂദന്മാർ വാതിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ യഹൂദന്മാരുടെ ചിന്ത, അല്ലെങ്കിൽ കേട്ടതായ ശിഷ്യഗണങ്ങളുടെയും കൂടിയിരുന്നതായ പുരുഷാരവും പെട്ടെന്ന് മനസ്സിലാക്കിയത് സമാഗമന കൂടാരത്തിന്റെ പ്രാകാര വാതിലിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ തിരുനിവാസത്തിന്റെ വാതിലിനെ കുറിച്ചാണ്. ഞാൻ തന്നെയാണ് വാതിൽ, ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ദൈവത്തിങ്കിലേക്കുള്ളതായ പ്രവേശനം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗുരുനാഥനായ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടിയാണ്. കർത്താവ് പറഞ്ഞത്, ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും.
അതെ, ഈ വാതിൽ കൂടെ അകത്തു വന്ന് യാഗം കഴിക്കുന്നതായ ഒരു ഇസ്രയേലിന് മാത്രമേ പാപക്ഷമ ആ വർഷം പ്രാപിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് 50-ാമത്തെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ എന്നുള്ളതായ ആ സ്വരം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. അത് പഴയ നിയമവിശുദ്ധന്മാരുടെ ഉള്ളതായ ദൂതായി 50-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു എങ്കിൽ, ഞാൻ പറയട്ടെ, ആഗോള വ്യാപകമായി കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറയുകയാണ്, യാഗമായി തീർന്ന എന്നിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്റെ യാഗമരണത്തിൽ വിശ്വസിക്കുന്നതായ ഏവർക്കും രക്ഷ പ്രാപിപ്പാനുള്ളതായ അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷ പ്രാപിപ്പാൻ, രക്ഷിക്കപ്പെടുവാൻ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു നാമവുമില്ല എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ അറിയിക്കുന്നത്. അപ്പൊ 17-ാമത്തെ വാക്യത്തിലേക്ക് വരാം. പ്രാകാരത്തിന്റെ എല്ലാ തൂണുകൾക്കും വെള്ളി കൊണ്ട് മേൽ ചുറ്റുപടി വേണം, അവയുടെ കൊളുത്തും വെള്ളി കൊണ്ടും ചുറ്റും താമ്രം കൊണ്ടുമായിരിക്കണം. 18-ാമത്തെ വാക്യം, പ്രാകാരത്തിന് 400 മുഴം നീളവും എല്ലായിടവും 50 മുഴം വീതിയും 5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. പ്രാകാരത്തിന് ചുറ്റും ഇതാ നോക്കിക്കേ, ഇത് 18-ാമത്തെ വാക്യത്തിൽ പ്രാകാരത്തിന്റെ നീളം 400 മുഴമാണ്. 400 മുഴം നീളവും 50 മുഴം വീതിയും. ഇത് തീർത്തും ഒരു ദീർഘ ചതുരാകൃതിയാണ്. അളവ് വളരെ കൃത്യമാണ്. ഇവിടെ 50 മുഴമെങ്കിൽ ഈ പടിഞ്ഞാറ് ഭാഗത്തും വീതി കൃത്യം 50 മുഴമാണ്. ഏങ്കോണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഏങ്കോണിച്ചിരിക്കുവാൻ പാടില്ല. ഒരു ഭാഗത്ത് വീതി കൂടുതലും ഒരു ഭാഗത്ത് വീതി കുറവുമാകുവാൻ പാടില്ല. അളവ് കൃത്യമായിരിക്കണം. ഇതെന്തിനെയാണ് കാണിക്കുന്നത്? ദൈവ സന്നിധാനത്തിലെല്ലാം കൃത്യമായിരിക്കണം എന്നുള്ളതാണ്. ആരുടെയും ഇഷ്ടപ്രകാരമല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. എല്ലാം സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ഹിതപ്രകാരമാണ്. അങ്ങനെയെങ്കിൽ സമാഗമന കൂടാരം ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ ദൈവവുമായിട്ടുള്ളതായ ആ ബന്ധത്തിന് പണിവാൻ കൊടുത്തിരിക്കുന്നു എങ്കിൽ, പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ കൂടാരം നമ്മളായിരിക്കുമ്പോ നമ്മളുടെ പണി എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടപ്രകാരം ആയിരിക്കരുത്, നമ്മളുടെ താല്പര്യപ്രകാരമായിരിക്കരുത്, നമ്മളുടെ ജീവിത സാഹചര്യ പ്രകാരവുമായിരിക്കരുത്. എന്റെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് എന്നെ ഇങ്ങനെ പറ്റുകയുള്ളൂ എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന്റെ അളവിൻ പ്രകാരം എന്ന് പറഞ്ഞാൽ, പുതിയ നിയമത്തിൽ അനുസരിപ്പാൻ തന്നിരിക്കുന്ന 1500-ലധികം നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾക്ക് വിധേയമായിരിക്കണം ഓരോ പുതിയ നിയമവിശ്വാസിയും. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ധാരണയില്ല. കാരണം എന്താ? നമ്മൾ ലേഖനങ്ങൾ പഠിക്കുന്നില്ല, ഉപദേശങ്ങൾ പഠിക്കുന്നില്ല, സുവിശേഷം വായിക്കുന്നുണ്ട്, കഥ വായിക്കുന്നത് പോലെ വായിച്ചു പോകുന്നുണ്ട്, ലേഖനങ്ങളൊക്കെ വായിച്ചു പോകുന്നുണ്ട്. ഒരു മെസ്സേജ് കിട്ടാനോ അല്ലെങ്കിൽ ഒരു പോയിന്റ് ക്ലിയർ ആക്കാനോ അല്ലെങ്കിൽ വേദപുസ്തകം വായിച്ചു എന്നുള്ളതായ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാനൊക്കെ നമ്മൾ വേദപുസ്തകം വായിച്ചു പോകാറുണ്ട്. പക്ഷേ ആ വേദപുസ്തകത്തിൽ, ലേഖനങ്ങളിൽ, സുവിശേഷങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു തന്നിരിക്കുന്നതായ കൽപ്പനകൾ, ഇൻസ്ട്രക്ഷൻസ്, ഡു ആൻഡ് ഡോൺസ്, അതെന്തൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ കൂടാരത്തിന്റെ പണി കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വസിക്കുകയുള്ളൂ. അതിനാണ് നമ്മൾ സമാഗമന കൂടാരത്തെ കുറിച്ച് വിശദമായി ചിന്തിക്കുന്നത്. സമാഗമന കൂടാരം പണിയുമ്പോ നോക്കണം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോ ഈ പ്രപഞ്ചത്തിന്റെ വലിയ സൃഷ്ടി, പ്രപഞ്ചത്തിന്റെ വലിപ്പം നമുക്ക് മനുഷ്യരാരും കണ്ടിട്ട് അളന്നു കുറിച്ചിട്ടില്ല. ഒരു ശാസ്ത്രജ്ഞന്മാരും അതിന്റെ അതിർത്തികൾ, ബൗണ്ടറീസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. ആ ഇൻഫിനിറ്റ് മെഷർ ഉള്ളതായ
ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി രേഖപ്പെടുത്താൻ വേദപുസ്തകത്തിലെ ഒരേ ഒരു അധ്യായം മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ഒരൊറ്റൊരു അധ്യായമേ ചെലവഴിച്ചിട്ടുള്ളൂ. ആ 6 ദിവസത്തെ സൃഷ്ടി. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ വിശദീകരണം തീർന്നു. എന്നാൽ ഈ മരുഭൂമിയിൽ 400 മുഴം നീളവും 50 മുഴം വീതിയും 5 മുഴം ഉയരവുമുള്ള ഈ പ്രാകാരം ഉൾപ്പെടെയുള്ള സമാഗമന കൂടാരത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി എത്ര അധ്യായങ്ങളാണ് സ്വർഗത്തിലെ ദൈവം സീനായി മരുഭൂമിയിൽ ആളത്വപരമായി ഇറങ്ങി വന്ന് കൊടുത്തത് എന്നോർക്കുമ്പോ പ്രപഞ്ചത്തെക്കാൾ വിലയുണ്ട് എന്തിനാ ഈ സമാഗമന കൂടാരത്തിന്? ഈ കാണുന്ന പ്രപഞ്ചത്തെക്കാൾ വിലയുണ്ട് ഈ കാണുന്ന നിസാരമെന്ന് തോന്നുന്ന മറശീലകൾ കൊണ്ട് മറച്ചിരിക്കുന്നു എന്ന് തോന്നുന്ന മരുഭൂമിയുടെ മധ്യത്തിൽ കാണുന്ന ഈ 400 മുഴം നീളവും 50 മുഴം വീതിയും 5 മുഴം ഉയരവുമുള്ളതായ പ്രാകാരം ഉൾക്കൊള്ളുന്ന ഈ സമാഗമന കൂടാരത്തിന്റെ പ്രാധാന്യം എന്ത് എന്ന് ഒന്ന് ചിന്തിക്കാമോ? പ്രൈസ് ദി ലോർഡ്. എത്ര അധ്യായങ്ങളാണ്? 25 മുതൽ 40 വരെയുള്ളതായ നീണ്ട 16 അധ്യായങ്ങൾ. അതിന്റെ ഇൻസ്ട്രക്ഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ, അതിന്റെ കൽപ്പനാഭാഗവും പ്രവർത്തനാഭാഗവും 31 വരെയുള്ളതായ അധ്യായങ്ങൾ കൽപ്പനാഭാഗമാണ്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് കൊടുക്കുന്നതായ കൽപ്പനകളാണ്. 34 മുതലുള്ളതായ അധ്യായങ്ങളിലേക്ക് വരുമ്പോ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിന്റെ പ്രായോഗിക ഫലമാണ്. രണ്ടും ഏതാണ്ട് ഒരേ കാര്യങ്ങളാ പറയുന്നത്. ഒരു ഭാഗത്ത് ഉണ്ടാക്കണം എന്ന് പറയുമ്പോ മറുഭാഗത്ത് ഉണ്ടാക്കി എന്ന് പറയുകയാണ്. അപ്പൊ 2 ഭാഗങ്ങളുടെ ചേർന്ന് വരുമ്പോഴാണ് ഒന്ന് കൽപ്പനാഭാഗവും ഒന്ന് അനുസരണ ഭാഗവുമുണ്ട്. അത് നമുക്ക് തരുന്ന ഒരു വിലയേറിയ പാഠമുണ്ട്. കൽപ്പന കേട്ടിട്ട് നമുക്ക് തോന്നിയതുപോലെ പോകുവാനല്ല, കേൾക്കുന്നതായ കൽപ്പനകൾ അതുപോലെ പ്രമാണിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. കൽപ്പനകൾ മാത്രമല്ല, ആലോചനകൾ, ദൈവവചനത്തിന്റെ ഇൻസ്ട്രക്ഷൻസ്. നാം എന്തിനാ വേദപുസ്തകം പഠിക്കുന്നത്? അത് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും അനുസരിക്കേണ്ടതിന് വേണ്ടിയാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കേട്ടതായ മെസ്സേജ് ഞാൻ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് കഷ്ടങ്ങൾ കൊടുത്തത് അനുസരണത്തിൽ തികഞ്ഞവനായി തീരേണ്ടതിന് വേണ്ടിയാ. പെർഫെക്ഷൻ ഇൻ ഒബീഡിയൻസ്. എന്തിനാ കർത്താവിന് അത് കൊടുത്തത്? നമുക്ക് മാതൃകയായി തീരേണ്ടതിന്. സോ വി ഷുഡ് ബി പെർഫെക്റ്റ് ഇൻ ഒബീഡിയൻസ്. അതിനാണ് കഷ്ടത തരുന്നത്. അപ്പോ ആ പെർഫെക്ഷനിലേക്ക് വരണമെന്നാണ് ഈ സമാഗമന കൂടാരം നമ്മെ പഠിപ്പിക്കുന്നത്. ആ പെർഫെക്ഷനിലേക്ക് വന്നെങ്കിലേ പുതിയ നിയമ സഭ, പുതിയ ദൈവത്തിന്റെ മണവാട്ടി സഭയാകുന്നുള്ളൂ. പേരുകൊണ്ടോ ആളിന്റെ എണ്ണം കൊണ്ടോ കെട്ടിടത്തിന്റെ മനോഹാരിത കൊണ്ടോ ഒന്നും സഭയാകുന്നില്ല. സഭയാകണമെങ്കിൽ പെർഫെക്ഷൻ ഇൻ ഒബീഡിയൻസ്, അത് മസ്റ്റ് ആയിരിക്കണം. അതില്ലാത്തത് ദൈവസഭ അല്ല. നമ്മുടെ ജീവിതത്തിൽ 50% ഒബീഡിയൻസും 50% നമ്മുടെ ഇഷ്ടവുമാണെങ്കിൽ വേണ്ട, 95% ഒബീഡിയൻസും 5% നമ്മുടെ ഇഷ്ടവുമാണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റബിൾ ഫോർ ഗോഡ്. ദൈവത്തിന് അത് അക്സെപ്റ്റബിളേ അല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധാനത്തിൽ അക്സെപ്റ്റബിൾ എന്താണ്? പെർഫെക്റ്റ് ഇൻ ഒബീഡിയൻസ് ആണ്. പെർഫെക്ഷൻ ഇൻ ഒബീഡിയൻസ് അത് വേണം. ഇപ്പൊ ഞാൻ 18-ാമത്തെ വാക്യത്തിലേക്ക് വീണ്ടും വരുന്നു. പ്രാകാരത്തിന് 400 മുഴം നീളവും എല്ലായിടവും 50 മുഴം വീതിയും 5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. അത് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടും ചുവട് താമ്രം കൊണ്ടുമായിരിക്കണം. തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കുമുള്ള ഉപകരണങ്ങളൊക്കെയും അതിന്റെ എല്ലാ കുറ്റികളും, പ്രാകാരത്തിന്റെ എല്ലാ കുറ്റികളും
താമ്രം കൊണ്ടായിരിക്കണം. പ്രാകാരത്തിന്റെ പണി കഴിഞ്ഞു. ഇനി അടുത്തത് അതിനകത്ത് ഉപയോഗിക്കുന്നതായ എണ്ണയുടെ പ്രത്യേകതയാണ്. 27-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, വിളക്ക് കത്തിക്കുവാൻ ആവശ്യമാണ്. നമുക്കറിയാം ആലയത്തിനകത്ത് എന്തുണ്ട്? ആലയത്തിനകത്ത് വിളക്കുണ്ട്. എവിടെ? തിരുനിവാസത്തിനകത്താണ് ആ വിളക്ക്. ആ വിളക്കിന്റെ പേരെന്താണ്? കവരവിളക്കെന്ന് പറയും, നിലവിളക്കെന്ന് പറയും, തങ്കവിളക്കെന്ന് പറയും. ഇങ്ങനെ വിവിധ പേരുകളാൽ അറിയപ്പെടുന്ന ആ മിനോര, നമ്മളത് പിക്ചറാക്കേണ്ടതാണ്. അതിനകത്ത് ഒഴിക്കുവാൻ എന്തോ വേണം? എണ്ണ വേണം. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കാം. ആരോടാണ് പറഞ്ഞത്? മോശയോട് പറയുക. മോശെ, ജനത്തോട് പറയണം, ആലയത്തിലെ വിളക്ക് കത്തിക്കേണ്ടതിന് ആവശ്യമായ എണ്ണ ആര് കൊണ്ടുവരണം? ജനം കൊണ്ടുവരണം. ഏതെങ്കിലും എണ്ണ എങ്ങനെയും കൊണ്ടുവന്നാൽ പോരാ. ആ എണ്ണയ്ക്ക് പ്രത്യേകതയുണ്ട്. ആ എണ്ണയ്ക്ക് എണ്ണ പ്രിപ്പയർ ചെയ്യുവാനുള്ളതായ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. എന്താണ് അത്? ഒലിവെണ്ണ ആയിരിക്കണം. വേറെ ഒന്നിന്റെയും എണ്ണ പാടില്ല. അത് ഒലിവെണ്ണയായിരിക്കണം. മാത്രമല്ല അത് ഇടിച്ചെടുത്തതായിരിക്കണം, തെളിവുള്ളതായിരിക്കണം. അത് വലിയ അർത്ഥവ്യാപ്തിയുള്ള കാര്യമാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഒലിവുങ്കായ എടുത്ത് അത് ആ ചക്കിലിട്ട് ഇടിക്കുമ്പോ ഒലിവുങ്കായ്ക്ക് പറയുവാൻ കഴിയത്തില്ല. ഒലിവുങ്കായ്ക്ക് പറയാൻ കഴിയത്തില്ല, എന്നെ ഇടിക്കല്ലേ, എന്നെ ഇടിച്ചാൽ എനിക്ക് വേദന എടുക്കും, എന്നെ പൊടിച്ചാൽ എനിക്ക് വേദന എടുക്കും, അല്ലെങ്കിൽ 1-2 ഇടി മതി, കൂടുതൽ ഇടിക്കല്ലേ എന്ന ഒലിവുങ്കായ്ക്ക് പറയാൻ കഴിയത്തില്ല. ഒലിവുങ്ക അതിൽ നിന്ന് എണ്ണ വരുന്നത് വരെ അത് ഇടി കൊണ്ടേ മതിയാകുകയും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കഷ്ടതയിൽ തികഞ്ഞവനായി മാറി. എന്തിനാണെന്നറിയാമോ? കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞതായ കർത്താവ് ആ വിളക്കിന്, ലോകത്തിന് വെളിച്ചമായി തീരുവാൻ പിതാവിന്റെ ക്രോധാഗ്നിയിൽ ഇടിച്ച് പരുവമായി അതിൽ നിന്ന് എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. എസൻസ് ഇറങ്ങുകയാണ്. എണ്ണ, തെളിവുള്ളതായ എണ്ണ വരികയാണ്. വിളക്ക് കത്തിക്കേണ്ടതിന്, ലോകത്തിന്റെ വെളിച്ചമായി മാറേണ്ടതിന് കർത്താവിന്റെ യാഗമരണമാണ് ലോകത്തിന്റെ വെളിച്ചം. ആ യാഗമരണം കഴിഞ്ഞ് കർത്താവ് തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. നീതി സൂര്യനായി പ്രശോഭിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നീതി സൂര്യൻ രോഗാവശാന്തിയോടെ ഉദിക്കുവാൻ പോകുന്നതായ ദിനങ്ങൾ നമ്മുടെ തൊട്ട് മുമ്പിലുണ്ട്. ഈ ലോകത്തിന്റെ അന്ധകാരം മാറ്റുവാൻ വെളിച്ചമായി, ലോകത്തിന്റെ വെളിച്ചമായി ഇറങ്ങി വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എന്നിട്ട് കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. പ്രസംഗത്തിൽ നാം ആരാണ്? നാം ലോകത്തിന്റെ വെളിച്ചമാണ്. വെളിച്ചം കിട്ടാൻ എന്ത് ചെയ്യണം? എണ്ണ വേണം. എണ്ണ എങ്ങനെ കിട്ടും? ചുമ്മാ കിട്ടത്തില്ല. എണ്ണ കിട്ടണമെങ്കിൽ ഒലിവുങ്കായ് എന്ത് ചെയ്യണം? അത് ഇടികൊണ്ട് അതിനകത്തു നിന്ന് എണ്ണ വരണം. കർത്താവിന് വേണ്ടി എന്തും ഏതുമായി തീരുവാൻ സന്നദ്ധതയുള്ളവർക്ക് മാത്രമേ പ്രകാശിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കൊലോസ്യലേഖനം വായിക്കുന്നത് പോലെ അവർ ജ്യോതിസുകളായി തിളങ്ങുകയുള്ളൂ. അപ്പൊ നമുക്ക് ലോകത്തിൽ ജ്യോതിസുകളായി വിളങ്ങണമെങ്കിൽ ഈ അനുഭവത്തിൽ കൂടി കടന്നു പോകണമെന്നാണ് ആ വിളക്ക്, അല്ലെങ്കിൽ ആ വിളക്കിൽ ഒഴിക്കുന്ന എണ്ണ നമ്മളെ സൂചിപ്പിക്കുന്നത്. ഇനിയൊരു പ്രത്യേകത പറയാം. ഇടിച്ചെടുത്താൽ മാത്രം പോരാ, തെളിവുള്ള എണ്ണയായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇടിച്ചെടുക്കുമ്പോ അതിനകത്ത് കരട് കാണും, തരി കാണും. ഇടി കൊള്ളാത്ത, അല്ലെങ്കിൽ അത് എണ്ണ മറ്റതിനു ശേഷമുള്ളതായ അതിന്റെ പിശട് കാണും. അതെന്ത് ചെയ്യണം?
അത് നല്ലവണ്ണം കണ്ണികൾ അടുപ്പമുള്ള അരിപ്പ കൊണ്ട് അത് അരിച്ചെടുക്കുമ്പോ ഒരു തരി പോലും ഇല്ലാത്ത തെളിവുള്ളതായ എണ്ണ. കർത്താവ് നമ്മെ ശോധന ചെയ്യും. യോബ് പറഞ്ഞു, അവിടുന്ന് എന്നെ ശോധന ചെയ്യുമ്പോൾ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. എന്തിനാ കർത്താവ് നമ്മെ ശോധന ചെയ്യുന്നത്? എന്തിനാ നമ്മെ അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ കഷ്ടതയിൽ കൂടി കടത്തിവിടുന്നത്, പ്രയാസങ്ങളിൽ കൂടി കടത്തിവിടുന്നത്? നമ്മുടെ വഴി നോക്കാനല്ല, നമ്മുടെ ഇഷ്ടം എങ്ങനെയാണോ അത് ചെയ്യാനല്ല. കർത്താവിന് വേണ്ടി നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്വങ്ങൾ അതിന്റെ നിറപടിയായി ചെയ്യേണ്ടതിന് ദൈവം മുമ്പാകെ നാം സമർപ്പിക്കേണ്ടവരാണ്. നമ്മിൽ എന്ത് കാണാൻ പാടില്ല? കരട് കാണാൻ പാടില്ല. നമുക്കിഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞാൽ, നാം മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതിൽ നിന്ന് വിരുദ്ധമായി നമ്മളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ടുള്ള ഒരു കാര്യം നാം കണ്ടാൽ, അത് ദൈവത്തിന്റെ ഹിതമാണെന്ന് അറിഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യും? ഹൃദയത്തിലൊരു നീരസം ഉണ്ടാകും, ഹൃദയത്തിലൊരു കരടുണ്ടാകും, ഹൃദയത്തിലൊരു ഇടർച്ച ഉണ്ടാകും. ആ കരടുള്ളതായ എണ്ണ വിളക്കിലൊഴിച്ചാൽ അത് ആലയത്തിൽ അത് ശോഭിക്കുകയില്ല. മാത്രമല്ല, നമുക്കറിയാം, എണ്ണയിൽ കരടുണ്ടെങ്കിൽ, വണ്ടിക്കകത്ത് ഒഴിക്കുന്നതായ പെട്രോള്, ആ പെട്രോളിൽ കരടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എഞ്ചിൻ കേടുവരും, ഇടയ്ക്കിടയ്ക്ക് പടപട ശബ്ദം കേൾക്കും. സ്മൂത്തായി പോകേണ്ടത് അവിടവിടങ്ങളിൽ എന്തുണ്ടാകും? ഇടർച്ചയുടെ ശബ്ദങ്ങൾ ഉണ്ടാകും. സൂക്ഷിക്കണം. അതുകൊണ്ട് അപ്പോ കരടുണ്ടാകാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, എന്തുണ്ടാകരുത്? കയ്പുള്ള വേര് ഹൃദയത്തിൽ മുളച്ച് അനേകർ അതുമൂലം മലിനപ്പെടരുത്. വിളക്കിൽ ഒഴിക്കുന്ന എണ്ണ, ആ വിളക്കിൽ ഒഴിക്കേണ്ട എണ്ണയിൽ കരടുണ്ടെങ്കിൽ അത് കരിന്തിരി കത്തുവാനിടയാകും. കരിന്തിരി കത്തുക മാത്രമല്ല, ആ തിരിയുടെ അറ്റത്ത് കരി പിടിക്കുവാൻ, കരിക്കട്ട ഉണ്ടാകുവാനിടയാകും. ആ കരിക്കട്ട വന്നു കഴിഞ്ഞാൽ തീ വരേണ്ടതിന് പകരം പുക വരുമ്പോ അത് അനേകരുടെ കണ്ണ് നിറയ്ക്കുവാൻ, അനേകർക്ക് പ്രയാസമുണ്ടാകുവാനിടയാകും. ഒരു കരട് മതി അനേകർക്ക് പ്രയാസമുണ്ടാകാൻ. അപ്പോ ആലയത്തിന്റെ പണി, അല്ലെങ്കിൽ ആലയത്തിനകത്തെ ആരാധന, ആലയത്തിനകത്തെ ഉപകരണങ്ങളായിരിക്കുന്നതായ നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായ ഇൻസ്ട്രക്ഷൻ തരുന്നതാണ് സമാഗമന കൂടാരം. ഇനി നിങ്ങൾ പറയണം, സമാഗമന കൂടാരത്തെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടോ? പുതിയ നിയമവും ഈ സമാഗമന കൂടാരവുമായിട്ട് ബന്ധമുണ്ടോ? സമാഗമന കൂടാരത്തെ കുറിച്ച്, അതിന്റെ ഉപകരണത്തെ കുറിച്ച് ശരിയായി മനസ്സിലാക്കാത്ത ഒരുവന് പുതിയ നിയമസഭയിൽ ഒരംഗമായിരിക്കുവാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ളതായ കാര്യം. അത് അക്ഷരികമായി മനസ്സിലാകേണ്ടതായ വിധത്തിൽ നമുക്കത് തെളിവായി തന്നിരിക്കുമ്പോൾ അത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവാണ് നമുക്കത് പുനരുദ്ധരിച്ചു തരുന്നത്. അത് തരുവാൻ പരിശുദ്ധാത്മാവിന്, ദൈവത്തിന് നമ്മോട് കരുണ തോന്നിയത് കൊണ്ട് നമുക്ക് എത്രത്തോളം കർത്താവിനെ സ്തുതിച്ചാൽ മതിയാകും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കാം. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന് മുമ്പിലുള്ള തിരശീലയ്ക്ക് പുറത്ത് അഹരോനും അവന്റെ പുത്രന്മാരും അതിനെ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോവയുടെ മുമ്പാകെ കത്തുവാൻ തക്കവണ്ണം വെക്കണം. ഇത് ഇസ്രായേൽ മക്കൾക്ക് തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ശ്രദ്ധിക്കണമേ, ഈ എണ്ണ കൊണ്ടുവരുമ്പോ എണ്ണ തെളിവുള്ളതാണ് എന്ന് പരിശോധിക്കാനും, ആ എണ്ണ തെളിവുള്ളതാണെങ്കിൽ എടുത്ത നിലവിളക്കിൽ ഒഴിക്കാനും, ആ നിലവിളക്ക് കത്തിക്കാനും, രാവിലെ ദിവസം മുഴുവനും ആ നിലവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും നിയമിക്കപ്പെട്ടവരാരാണ്? അത് പുരോഹിതന്മാരാണ്. പുരോഹിതന്മാർ അത് ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ.
പ്രൈസ് ദി ലോർഡ്. ദൈവസഭയിൽ ഏതെങ്കിലും വിഷയങ്ങൾ കരടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പ്രയാസമായി തീരുന്നു എന്ന് കണ്ടാൽ, അത് പ്രയാസമുണ്ട്, അതിനകത്തൊരു കരടുണ്ട്, അതിനകത്തൊരു ഇടർച്ചയുണ്ട്, അത് മറ്റുള്ളവർക്ക് അസൗകര്യമാക്കി തീർക്കുന്നു, മറ്റുള്ളവർക്ക് അത് പ്രയാസമാക്കി തീർക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വമാണ്, പുരോഹിതന്റെ ഉത്തരവാദിത്വമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും പുരോഹിതന്മാരാണ്, രാജകീയ പുരോഹിത വർഗമാണ്. അപ്പൊ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഒരു പടി കൂടെ ഉത്തരവാദിത്വം ശുശ്രൂഷാവൃന്ദത്തിനുണ്ട്. അതുകൊണ്ടാണ് ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ശുശ്രൂഷകന്മാർ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് പറയാൻ കാരണം. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോ പൗലോസ് തിമോത്തിയോസിന് മാത്രമല്ല തീത്തോസിനും ലേഖനം എഴുതുമ്പോ ശുശ്രൂഷകന്മാർ ദൈവസഭയിൽ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായ ഒരു വലിയ പട്ടിക കൊടുത്തിട്ടുണ്ട്. അതാണ് ശുശ്രൂഷകന്മാരുടെ യോഗ്യത. ഓരോരുത്തരെയും ശ്രദ്ധിക്കുകയും ഓരോരുത്തരും ദൈവസഭയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു, എങ്ങനെ ദോഷമുണ്ടാക്കുന്നു, എങ്ങനെ മറ്റുള്ളവർക്ക് സന്തോഷമാകുന്നു, എങ്ങനെ മറ്റുള്ളവർക്ക് ദുഃഖമായി തീരുന്നു എന്ന് തിരിച്ചറിയുവാനുള്ളതായ ഉത്തരവാദിത്വം പുരോഹിതന്മാർക്കാണ്. വിളക്കിനകത്ത് എണ്ണ ഒഴിക്കേണ്ടതായ എണ്ണയിൽ കരടുണ്ടോ, ശരിയായിട്ട് ഇടിച്ചെടുത്തതാണോ, അത് ഒലിവ് ഓയിൽ തന്നെയാണോ, തെളിവുള്ളതാണോ, അത് ഒഴിച്ചാൽ കരടുണ്ടാകുമോ, കരിന്തിരി കത്തുമോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് പുരോഹിതന്മാരുടെ ഉത്തരവാദിത്വമാണ്. പുരോഹിതന്മാർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ കഴിയത്തില്ല. പുരോഹിതന്മാർ ഒഴിഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ആലയത്തിനകത്തുണ്ടാകുന്നതായ വിഷയങ്ങൾക്ക് പുരോഹിതൻ കണക്ക് കൊടുക്കേണ്ടി വരും. അത് പുരോഹിതന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. പ്രൈസ് ദി ലോർഡ്. 27-ാം അധ്യായം അവിടെ തീരുകയാണ്. ഇനി നമുക്ക് 28-ാമത്തെ അധ്യായമാണ് അത് തീർക്കണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ അത് തീരത്തില്ല. വളരെ പ്രധാനപ്പെട്ടതായ ഒരു അധ്യായമാണ് 28-ാം അധ്യായം. 28-ാം അധ്യായത്തിൽ പുരോഹിതന്മാരുടെ പ്രത്യേകതകളാണ് വിഷയം. പൗരോഹിത്യം അതായത് ലേവ്യ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത. ലേവ്യ പൗരോഹിത്യം മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ പുതിയ നിയമ പൗരോഹിത്യം അതിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും അതിൽ നിന്ന് ലേവ്യ പൗരോഹിത്യത്തിൽ നിന്ന് എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് എന്നും മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ലേവ്യ പൗരോഹിത്യം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ളതായ മെൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ളതായ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത മനസ്സിലാകുകയുള്ളൂ. അങ്ങനെ മെൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ളതായ പൗരോഹിത്യം ഏറ്റെടുത്തതായ കർത്താവായ യേശു ക്രിസ്തു നമ്മെ രാജകീയ പുരോഹിതന്മാരായി നിയമിച്ചിരിക്കുമ്പോ പുരോഹിതൻ എന്നുള്ളതായ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന നമ്മളെല്ലാവരും, പൗലോസ് ശുശ്രൂഷകന്മാരെ മാത്രമല്ല രാജകീയ പുരോഹിത വർഗമെന്ന് പറഞ്ഞിരിക്കുന്നത്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം വിളിച്ചു വേർതിരിച്ചതായി എല്ലാവരും പുരോഹിത വർഗമാണ്. അങ്ങനെയെങ്കിൽ കർമ്മേൽ IPCയിലുള്ളതായ എല്ലാവരും സ്നാനപ്പെട്ട് കർത്താവിന്റെ സന്നിധാനത്തിൽ ആരാധനയ്ക്ക് കൂടി വരുന്ന എല്ലാവരും, അത് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ യൗവനക്കാരാകട്ടെ വയസ്സായവരാകട്ടെ ആരായാലും അവരെല്ലാം ആ ഗണത്തിൽപ്പെടുന്നവരാണ്. രാജകീയ പൗരോഹിത്യ ഗണത്തിൽപ്പെടുന്നവരാണ്. അവർക്കെല്ലാവർക്കും ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ എങ്ങനെയാണ് ക്രിസ്തുവിൽ നിവർത്തീകരിക്കേണ്ടതെന്ന് മനസ്സിലാക്കണമെങ്കിൽ അഹരോന്യ പൗരോഹിത്യം നമ്മളൊന്ന് അതിന്റെ ഓവർലുക്കെങ്കിലും മനസ്സിലാക്കിയെങ്കിലേ കഴിയത്തുള്ളൂ. പൗരോഹിത്യം, ലേവ്യ പൗരോഹിത്യം കർത്താവിന്റെ വരവോടുകൂടെ ലേവ്യ പൗരോഹിത്യത്തിന് അവസാനം വന്നു. പക്ഷെ പൗരോഹിത്യം തീർന്നിട്ടില്ല. പൗരോഹിത്യം എന്ത് പൗരോഹിത്യമാണ് ഇപ്പോൾ ഉള്ളത്? നമുക്ക് പുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തു മഹാപുരോഹിതനായി
പിതാവിന്റെ സന്നിധിയിലുണ്ട്. ആ പുരോഹിതൻ നമ്മെ രാജകീയ പുരോഹിതന്മാരായി നിയമിച്ചിരിക്കുമ്പോ നാം ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം പുരോഹിതന്മാർ എന്നുള്ളതായ നിലയിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ പുരോഹിതനെ കുറിച്ച് മനസ്സിലാക്കണം. ആ പുരോഹിതനെ കുറിച്ച് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് 28-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നത്. ചില വാക്യങ്ങൾ മാത്രം വേഗത്തിൽ ഒന്ന് വായിച്ചു പോകാം. പക്ഷെ വേഗത്തിൽ അത് വേഗത്തിൽ വായിച്ചു പോകേണ്ടതായ ഭാഗങ്ങളല്ല, അത് അല്പം വിശദീകരിക്കേണ്ടതായ ഭാഗങ്ങളാണ്. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായി ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് അത് മനസ്സിലാക്കി പോകുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു അവസരം കിട്ടിയെന്ന് വരികയില്ല ഇത് മനസ്സിലാക്കാൻ. 28-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, നിന്റെ സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക. അഹരോനെയും അഹരോന്റെ പുത്രന്മാരായ നാദാബ്, അബീഹു, എലയാസർ, ഇഥാമാർ എന്നിവരെയും തന്നെ. ഈ 4 പേരെയും എന്ത് ചെയ്യണം? Thou take unto thee Aaron thy brother and his sons with him from among the children of Israel, that he may minister unto me in the priest's office, even Aaron, Nadab and Abihu, Eleazar and Ithamar, Aaron's son. അഹരോന്റെ പുത്രന്മാരെ ഒക്കെ കൂട്ടിവരുത്താൻ. എന്തിനാ അഹരോന്റെ പുത്രന്മാരെ തന്നെ കൂട്ടിവരുത്താൻ കാരണം? എന്താ പുരോഹിതൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ സമയം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച പറയാം. പുരോഹിതൻ എന്ന് പറയുന്ന വാക്കിന് അർത്ഥമുണ്ട് കേട്ടോ. അത് വെറുതെ ഒരു വാക്കല്ല. പ്രീസ്റ്റ് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ അതിന് കൃത്യമായ അർത്ഥമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. 28-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, നിന്റെ സഹോദരനായ അഹരോന് വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രമുണ്ടാക്കുക. ഒന്നാമത് ചെയ്യേണ്ടത് പുരോഹിതന്മാരുടെ വസ്ത്രം എങ്ങനെയുള്ളതായിരിക്കണം? ആ വസ്ത്രം വിശുദ്ധ വസ്ത്രമായിരിക്കണം. ഇഷ്ടമുള്ളതുപോലെ എങ്ങനെയുമൊക്കെ വസ്ത്രം ധരിക്കാൻ പുരോഹിതന്മാർക്ക് അവകാശമില്ല. മനസ്സിലായോ? രൂപേന്യ ഗോത്രം അങ്ങനെ ഡ്രസ് ധരിക്കുന്ന, ബെന്യാമീൻ ഗോത്രം അങ്ങനെ ഡ്രസ് ധരിക്കുന്നത്, അല്ലെങ്കിൽ കനാന്യർ അങ്ങനെയല്ലേ ഡ്രസ് ധരിക്കുന്നത്? അവരൊക്കെ നമ്മുടെ ചുറ്റും വസിക്കുന്നവരല്ലേ? അവരിടുന്നത് പോലെ നമുക്ക് എന്താ ഇട്ടാൽ? അല്ലെങ്കിൽ അവർ ധരിക്കുന്നത് പോലെ നമ്മളെന്താ വസ്ത്രം അവര് അണിയുന്നത് പോലെയുള്ളതായ കാര്യങ്ങൾ നമ്മൾ അണിഞ്ഞാൽ കുഴപ്പമെന്താ? അവരിടുന്നതായ വസ്ത്രം പോലെ നമുക്ക് എന്താ പറ്റാത്തത് എന്താ എന്ന് ചോദിച്ചാൽ, നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ആ ചോദ്യം വരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിക്കും, അവർക്ക് കാര്യം അറിയത്തില്ല. സ്കൂളിൽ എൻ്റെ കൂട്ടുകാർ വരുന്നത് ആ ഡ്രസ് ഇട്ടുകൊണ്ടാ, എൻ്റെ കൂട്ടുകാർ വരുന്നത് ഈ ടൈറ്റ് ഡ്രസ് ഇട്ടുകൊണ്ടാ, എൻ്റെ കൂടെ പഠിക്കുന്നവർ മുട്ടിന് മുകളിലുള്ളതായ പാവാട ഇട്ടുകൊണ്ടാ വരുന്നത്, അല്ലെങ്കിൽ ശരീരം ഇറുക്കിപ്പിടിച്ച് കിടക്കുന്നതായ ടീഷർട്ട് ഇട്ടുകൊണ്ടാ എൻ്റെ കൂട്ടുകാർ വരുന്നത് എന്ന് നമ്മുടെ മകനോ മകളോ പറഞ്ഞാൽ, അവരങ്ങനെയല്ലേ വരുന്നത്, നീയും അങ്ങനെ പോയാ മതി എന്ന് പറയാൻ നമുക്ക് പ്രമാണമില്ല. നമ്മൾ ആരാണ്? നമ്മൾ സാധാരണ ജനമല്ല. ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ച് they are citizens of UAE. നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് they are the citizens of India. അല്ല, വേറെ ഏതെങ്കിലും രാജ്യക്കാരാണെങ്കിൽ അവരവർക്ക് അവരുടെ രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പാണ്. പക്ഷെ ഹൂ വി ആർ, നമ്മൾ ആരാണ്? ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ വായിക്കുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. വി ആർ ഹാവിംഗ് ദ സിറ്റിസൺഷിപ്പ് ഇൻ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മൾ ആരാണെന്നുള്ള പൂർണ്ണമായ ചിന്ത നമുക്കുണ്ടായിരിക്കണം, വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം. നമ്മൾ ആരാണെന്ന് നമുക്ക് വ്യക്തമായ ധാരണ ഇല്ലെങ്കിൽ നാം മറ്റുള്ളവരെ പോലെ ആയിപ്പോകും, ശേഷം മനുഷ്യരെ പോലെ.
ശേഷം മനുഷ്യരെ പോലെയായ ദൈവപുരുഷന്മാരെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. അതിലൊരു വ്യക്തിയാണ് ശക്തനായ ശിംശോൻ. ശിംശോൻ ദൈവത്തിന്റെ പ്രത്യേക ആലോചന പ്രകാരം ജനിച്ചവനാണ്. പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്. നാസിർ വ്രതത്തിനായി വേർതിരിക്കപ്പെട്ടവനാണ്. ആ കൽപ്പനകൾ അനുസരിക്കുന്നിടത്തോളം ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. അവൻ ജയജീവിതം നയിക്കേണ്ടവനായിരുന്നു. വീരശൂര പരാക്രമി എന്ന് പേര് എടുക്കേണ്ടവനായിരുന്നു. പക്ഷേ അവൻ ശേഷം മനുഷ്യനെ പോലെയായിപ്പോയി. എന്താ കാരണം? ചെല്ലേണ്ടാത്ത ഇടത്ത് അവൻ ചെന്നു, എടുക്കേണ്ടാത്ത ഇടത്ത് അവൻ ചിലത് എടുത്തു, പറയേണ്ടാത്തത് ചിലത് പറഞ്ഞു. എല്ലാ ഇന്ദ്രിയങ്ങൾ കൊണ്ടും അവൻ പാപം ചെയ്യുവാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് അവൻ തന്നെ തന്നെ ഏൽപ്പിച്ച് അവനിൽ ദൈവം കൊടുത്തതായ നാസീർ വ്രതത്തിന്റെ ശ്രേഷ്ഠത അവൻ തകർത്ത് കളഞ്ഞപ്പോ ആത്മാവ് അവനെ വിട്ടുപോയി. അവൻ ശേഷം മനുഷ്യനെ പോലെയായി. നമുക്കത് വായിപ്പാൻ കഴിയും. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവസഭയിൽ അംഗങ്ങളാണെന്നുള്ള അഭിമാനമുണ്ടെങ്കിൽ, one thing you have to remember always, you are not the citizens of the earth, you are not the citizens of this world, you are the citizens of heaven. ആ പൗരത്വമുള്ള, ആ സിറ്റിസൺഷിപ്പ് ഉള്ളതായ വ്യക്തിയാണ് ഞാനെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാക്കി കൊടുക്കുവാനാണ് ദൈവം നിന്നെ ദൈവസഭയിൽ അംഗമാക്കി വെച്ചിരിക്കുന്നത്. കേൾക്കുന്നവർ പ്രായം കുറഞ്ഞവരാണെങ്കിൽ എൻ്റെ മുമ്പിൽ ക്യാമറയിലുള്ള ആകെപ്പാടെ 4 ഞാൻ ഉൾപ്പെടെ 4 ക്യാമറകൾ മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളെങ്കിലും ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. എല്ലാവരും കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, റിമെമ്പർ ഓൾവേസ്, we are the citizens of India, not the citizens of India only, we are the citizens of the kingdom of heaven. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു എന്തിനു വേണ്ടി വരും? നമ്മുടെ താഴ്ചയുള്ളതായ ശരീരത്തെ അവന്റെ തേജസ്സുള്ളതായ ശരീരത്തോട് അനുരൂപമാക്കുവാനാണ് കടന്നു വരുന്നത്. നമുക്ക് കിട്ടുന്ന ശ്രേഷ്ഠത എന്താ? നമ്മുടെ താഴ്ചയുള്ളതായ ശരീരത്തെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ തേജസ്സുള്ള ശരീരത്തോട് അനുരൂപരാക്കി തീർക്കുവാനായിട്ടാണ് കടന്നു വരുന്നത്. ആ വേർപാട് സൂക്ഷിച്ചില്ലെങ്കിൽ, മറ്റുള്ളവരെ അനുകരിക്കുവാനായി നാം ബന്ധപ്പെടുകയാണെങ്കിൽ, ചുറ്റുപാടുമുള്ളവരെ നാം പിൻപറ്റുകയാണെങ്കിൽ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടും. കർത്താവിന്റെ വരവിങ്കിൽ എടുക്കപ്പെടുകയില്ല. ശേഷം മനുഷ്യരായാൽ മറ്റുള്ളവരെക്കാൾ അധമ പാതാളത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നമ്മളെ വിളിച്ചിരിക്കുന്നത് തേജസ്സോടെ കത്തുവാനാണ്. ആ പ്രകാശം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ തൽക്കാലം ഇന്നത്തെ ക്ലാസ്സിൽ നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ പുരോഹിതന്റെ വേഷം, പുരോഹിതന്റെ ഉത്തരവാദിത്വം, അത് നിർണായകമാണ്. അതും കൂടെ പഠിച്ച് പുറപ്പാട് പുസ്തകം ഞാൻ ഫിനിഷ് ചെയ്യും. അടുത്ത് നമുക്ക് ലേവ്യ പുസ്തകത്തിൽ കൂടെ ജസ്റ്റ് ഒരു ഓട്ടപ്രദക്ഷിണം ചെയ്യാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന്റെ ആലോചന പ്രകാരം മാത്രം മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.